ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ലെറാവലിൻ്റെ ടെംപ്ലേറ്റ് സെറ്റിങ്സ് നോക്കാം. എങ്ങനെയാണ് ഒരു ടെംപ്ലേറ്റ് സെറ്റാക്കുന്നത്. ആദ്യം നമ്മൾ ഫയലിൽ പോവുക. ഫയലിൽ SSDയിൽ ഒരു പ്രോജക്റ്റിൻ്റെ എന്തെങ്കിലും ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ലെറാവൽ പ്രോജക്റ്റ് എന്നോ അങ്ങനെ എന്തെങ്കിലും. എന്നിട്ട് ആ ഒരു ഫോൾഡറിലാണ് നമ്മൾ ശരിക്കും പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ആ ഒരു ഫോൾഡറിൻ്റെ അകത്ത് ആ ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അവിടെ നമ്മൾ ലെറാവൽ ന്യൂ ഏതെങ്കിലും ഒരു പ്രോജക്റ്റിൻ്റെ പേര് കൊടുക്കുക. നമ്മുടെ പ്രോജക്റ്റ് 2 എന്നാണ് കൊടുക്കുന്നത്. അങ്ങനെ പ്രോജക്റ്റിൻ്റെ പേരും കൊടുക്കുക. അതിനുശേഷം ലെറാവൽ പ്രോജക്റ്റ് നമുക്കിവിടെ ഡൗൺലോഡ് ആവുന്നത് കാണാം. അപ്പോൾ ഇതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. കുറച്ച് ടൈം എടുക്കും. അതിനുശേഷം നമുക്ക് പ്രോജക്റ്റ് ക്രിയേറ്റ് ആയിട്ട് കിട്ടും. ഇതാണല്ലേ പ്രോജക്റ്റ് 2 എന്ന് പറഞ്ഞൊരു ഫോൾഡർ. അതിനകത്ത് ഇത് കിടക്കുന്ന ഇതൊക്കെ ഡേറ്റയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു ഫോൾഡർ നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് നമ്മൾ ഏത് എഡിറ്ററാണോ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് വെച്ച് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് അതിനകത്ത് ആ പ്രൊജക്റ്റ് കാണാൻ പറ്റും. ഓക്കെ, ദെൻ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് നമ്മൾ ഒരു ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യണം. ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ടെംപ്ലേറ്റ് എമോ എന്ന് പറയുന്ന ഒരു സൈറ്റിൽ കയറുക. എന്നിട്ട് നമ്മൾ ആ ഒരു നമുക്ക് അതിനകത്ത് നിന്ന് ഇഷ്ടമുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഈ കാണുന്ന ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തു. അതിന് ശേഷം അതിന് താഴെ ഒരു ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഡൗൺലോഡ് ആയിക്കോളും. ഓക്കെ, ഡൗൺലോഡ് ആയി കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ ആ ഒരു ഫോൾഡർ എടുക്കാം. ഓക്കെ, ഈ കാണുന്ന സിപ്പ് ഫയലാണത്. അത് നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്യണം. അതിനായിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ആ ഫോൾഡർ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് വെക്കുക. എന്നിട്ട് എക്സ്ട്രാക്റ്റ് ഓൾ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് എക്സ്ട്രാക്റ്റ് കൊടുക്കുക. ഇതിപ്പോൾ എൻ്റെ ഫോൾഡറിൽ ഓൾറെഡി അത് ഉണ്ടായിരുന്നു, ഡൗൺലോഡ് ചെയ്തായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ, എക്സ്ട്രാക്റ്റ് ആയിട്ട് വന്നു. അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ആ കാണുന്ന ഡാറ്റ കോപ്പി ചെയ്യുക. ഫുള്ള് കോപ്പി ചെയ്യുക. ദെൻ നമ്മുടെ SSDയിൽ നമ്മുടെ പ്രോജക്റ്റ് ഫോൾഡർ എടുക്കാം. ഓക്കെ, ഈ പ്രൊജക്റ്റ് ഫോൾഡർ എടുക്കുക. എന്നിട്ട് അതിനകത്ത് പബ്ലിക് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടായിരിക്കും. അതിനകത്ത് നമ്മൾ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ പബ്ലിക്കിൻ്റെ ഫോൾഡർ നമ്മൾ കോപ്പി ചെയ്ത് ഡാറ്റ കാണാൻ പറ്റും. ഇനി നമ്മൾ റിസോഴ്സസിൽ വ്യൂസിൻ്റെ അകത്ത് പോയി ആ വ്യൂസ് എന്ന് പറയുന്നത് അതിലാണ് നമ്മൾ വ്യൂ ചെയ്യുമ്പോൾ ഉള്ള ഡേറ്റാസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അവിടെ നമ്മൾ ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ നമ്മൾ 2 ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് master.blade.phpയും രണ്ടാമത്തത് home.blade.phpയും. ഓക്കെ, രണ്ടെണ്ണം ക്രിയേറ്റ് ചെയ്യാം. ശേഷം പബ്ലിക്കിൻ്റെ അകത്ത് പോവാം. അതിനകത്ത് index.html എന്ന് പറഞ്ഞൊരു പേജുണ്ട്. അത് ഫുള്ള് നമ്മൾ ആ ഒരു പേജ് ഫുള്ള് കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മൾ master.blade.phpയിൽ പേസ്റ്റ് ചെയ്യാം. ശേഷം നമ്മൾ home.phpയിൽ പോവാം. ഓക്കെ, അവിടെ നമ്മൾ എക്സ്റ്റെൻസ് എന്നിട്ട് നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ ഫ്രണ്ട് എൻഡ് ഡോട്ട് മാസ്റ്റർ എന്ന് കൊടുക്കാം. ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്ന ഫോൾഡറിലാണ് മാസ്റ്റർ എന്ന് പറയുന്ന പേജ് ഫയലുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. എന്നിട്ട് സെമിക്കോളൻ ഇടാം. എന്നിട്ട് സേവ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ടെർമിനൽ എടുത്തിട്ട് അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് കൺട്രോളർ ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മളൊരു കമാൻഡ് പോലെ അടിച്ചു കൊടുക്കുകയാണ്. php artisan make ഒരു കോളൻ ഇടുക. ശേഷം കൺട്രോളർ എന്ന് കൊടുത്തിട്ട് ആ കൺട്രോളറിൻ്റെ പേര് കൊടുക്കുക. നമ്മളിവിടെ കൊടുക്കുന്നത് ടെംപ്ലേറ്റ് കൺട്രോളർ എന്നാണ്.
ഓക്കെ, ഇവിടെ എറർ അടിച്ചു. ഇവിടെ എറർ അടിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കോളം മേക്ക് കഴിഞ്ഞിട്ട് കോളം മതിയായിരുന്നു, പക്ഷേ ഞാനവിടെ 2 കോളം ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ എറർ അടിച്ചേക്കുന്നത് കേട്ടോ. അത് കറക്റ്റായിട്ട് അടിക്കാം. PHP ആർട്ടിസൻ മേക്ക് കോളൺ കൺട്രോളർ, കൺട്രോളറിൻ്റെ പേര് ടെംപ്ലേറ്റ് കൺട്രോളർ. ശേഷം എൻ്റർ അടിക്കാം. കണ്ടോ, സക്സസ്ഫുള്ളി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ആ കൺട്രോളർ കാണാൻ വേണ്ടിയിട്ട് ആപ്പിൻ്റെ അകത്ത് HTTPക്കകത്താണ് നമുക്ക് ആ ഉണ്ടാക്കിയ കൺട്രോളർ കാണാൻ പറ്റും. ഇപ്പോൾ ടെംപ്ലേറ്റ് കൺട്രോളർ .php എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഇതാണ്ടോ കാണാൻ പറ്റും. അവിടെ നമ്മളൊരു ഫംഗ്ഷൻ എഴുതാൻ പോവാണ്. അതിൻ്റെ ഉള്ളിൽ പബ്ലിക് ഫംഗ്ഷൻ്റെ പേരാണ് കൊടുക്കാൻ പോകുന്നത്, ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. എന്നിട്ട് കേളി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ റിട്ടേൺ വ്യൂ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഫ്രണ്ട് എൻഡ് ഡോട്ട് ഹോം എന്ന് അടിക്കണം കേട്ടോ. അവിടെ എനിക്ക് അടിച്ചിട്ടില്ല, അതിനകത്ത് ഡോട്ട് ഹോം എന്നും കൂടെ അടിക്കണം, എന്നാലേ അത് കറക്റ്റായിട്ട് വർക്കാവുള്ളൂ. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത് റൗട്ട്സ് എന്ന് പറയുന്ന ഫോൾഡറിലേക്കാണ്. അവിടെ web.php ഓപ്പൺ ചെയ്യാം. അവിടെയാണ് മെയിനായിട്ടുള്ള റൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത്. അവിടെ കുറച്ച് കോഡ് എഴുതണം. റൗട്ട് 2 കോളൺ ഗെറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അവിടെ സിംഗിൾ കോട്ട്സിലൊരു സ്ലാഷ് ഇടുക. ദെൻ കോമ സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക. ടെംപ്ലേറ്റ് കൺട്രോളർ 2 കോളൺ ഇടുക. ക്ലാസ് കോമ സിംഗിൾ കോട്ട്സിൽ ഇൻഡെക്സ് സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, മറ്റേ ബ്രാക്കറ്റും ക്ലോസ് ചെയ്യുക. എന്നിട്ട് സെമിക്കോളൻ ഇടുക. അത്രയും കാര്യങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ദെൻ നമ്മളതിൻ്റെ മെയിലായിട്ട് ഈ ടെംപ്ലേറ്റ് കൺട്രോളറിൻ്റെ പാത്ത് പറഞ്ഞു കൊടുക്കണം. അതിനായിട്ട് യൂസ് ആപ്പ് /HTTP/controller/ എന്നിട്ട് ടെംപ്ലേറ്റ് കൺട്രോളർ എന്ന് എഴുതുക, സെമിക്കോളൻ ഇടുക. ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അതിനായിട്ട് PHP ആർട്ടിസൻ സെർവ് എന്ന് പറയുന്ന കമാൻഡ് അടിച്ചു കൊടുക്കാം. എൻ്റർ അടിക്കുക. അപ്പോൾ അവിടെ ഒരു ലിങ്ക് പോലെ വരും, അതിൽ ഫോളോ ലിങ്ക് അങ്ങനെ കൊടുക്കുക. അപ്പോൾ അത് എന്തോ എറർ അടിച്ചിരിപ്പുണ്ട്. അത് എന്താണെന്നറിയാമോ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ .home ഇടണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? കണ്ടോ, ടെംപ്ലേറ്റ് കൺട്രോളർ .phpയിൽ ഫ്രണ്ട് എൻഡ് കഴിഞ്ഞിട്ട് .home കൂടെ ഇട്ടിട്ട് ഇടണം. അതായത് ഫ്രണ്ട് എൻഡിലെ ഹോം എന്ന് പറയുന്ന പേജിനെ നമ്മൾ വിളിക്കുകയാണ് അവിടെ. എന്നിട്ട് റൺ ചെയ്യിപ്പിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ടെംപ്ലേറ്റ് നമുക്ക് കിട്ടി. ഇത്രയാണ് ബേസിക്കായിട്ട് ടെംപ്ലേറ്റ് ഇടാനുള്ള സെറ്റിങ്സ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.